ഈ വീഡിയോയിൽ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ ഇൻട്രോ പറഞ്ഞു. ഇനി ഇതിൽ പറയാൻ പോകുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് അത് ഫാക്ടറിയിൽ നിന്ന് വെയർ ഹൗസിലേക്ക് ആയിക്കോട്ടെ, വെയർ ഹൗസിൽ നിന്ന് ഇപ്പോൾ ഹോൾസെയിലേഴ്സിലേക്ക് ആയിക്കോട്ടെ, ഹോൾസെയിൽസിൽ നിന്ന് റീറ്റെയിൽസിലേക്ക് ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മിനിമം കോസ്റ്റിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തണം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ പ്രോബ്ലം വൈസ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് നോക്കേണ്ടത്? അപ്പോൾ ആദ്യം നമ്മളൊരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിലാണ് നോക്കുക? സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെ ബേസിലാണ് നോക്കുക. അപ്പോൾ ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് എന്താ? ഈ ഏരിയ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സപ്ലൈ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ F1 എടുക്കുക, ഫാക്ടറി 1 എത്രയാണ് ഡിമാൻഡ് ഉള്ളത്? 6 യൂണിറ്റ്സ് എന്തുണ്ട്? ഡിമാൻഡ് ഉണ്ട്, അവർക്ക് വേണം. നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എത്ര? 14 എണ്ണം ഉണ്ട്. ഓക്കെ, F1 W1 എന്ന് വെച്ചാൽ ഫാക്ടറി 1 നിന്ന് വെയർ ഹൗസ് 1 എത്ര എണ്ണം വേണം? 6 എണ്ണം ഡിമാൻഡ് ഉണ്ട്, നമുക്ക് എത്ര ഉണ്ട്? 14 എണ്ണം സപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് വെച്ചാൽ നോർത്ത് വെസ്റ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം നോക്ക്. നോർത്ത്, ഇപ്പോൾ ഇതെങ്ങനെ? നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കോളത്തിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സംബന്ധിച്ചിട്ട് F1 W1. അപ്പോൾ അവർക്ക് ഡിമാൻഡ് എത്ര എണ്ണ പറഞ്ഞിട്ടുള്ളത്? 6 എണ്ണ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? 14 എണ്ണം കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 6 എണ്ണം ഡിമാൻഡ്, അവർക്ക് ആവശ്യമുള്ള 6 എണ്ണം കൊടുത്തു. 6 എണ്ണം എന്തായി? ഡിമാൻഡ് എന്തായി? 0 ആയി മാറി. ഇനി അവർക്കൊന്നും കൊടുക്കണ്ട. 14 എണ്ണം എന്തായി മാറി? 6 നിന്ന് പോയി 8 ആയി മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി എവിടെക്കാൻ പോകേണ്ടത്? ഇനി അടിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്തായി? ഡിമാൻഡ് എന്തായി? നമ്മൾ കംപ്ലീറ്റ് ആക്കി, ഡിമാൻഡ് അവർക്ക് 0 ആക്കി. ഇനി അവർക്ക് ആവശ്യമില്ല. ഇനി F2 ആയിക്കോട്ടെ, ഡിമാൻഡ് എന്തായി? 0 ആയി മാറി. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെയും പോകാൻ പറ്റില്ല. ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത കളിലേക്ക് പോയി. അടുത്ത ഇതിലെന്താ പറയുന്നത്? അവർക്ക് 10 എണ്ണം ഡിമാൻഡ് ഉണ്ട്, 10 എണ്ണം ആവശ്യമുണ്ട്. നമുക്ക് എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? 8 എണ്ണം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 8 എണ്ണം കൊടുത്തു. ഇതെന്തായി മാറി? 0 ആയി മാറി. ഇതെന്തായി മാറി? 2 ആയി മാറി. 10 ഡിമാൻഡ് ഉണ്ടായിരുന്നു, നമുക്ക് എന്തായിട്ടുള്ളൂ? നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആകെ 8 എണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? 8 കൊടുത്തു, എന്നിട്ട് അത് 0 ആയി മാറി. സപ്ലൈ 0 ആയി മാറി, ഇത് 2 ആയി മാറി. അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ട് മാറാൻ പറ്റുക? ഇനി അടുത്തത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായി? സപ്ലൈ എന്തായി? 0 ആയി മാറി. ഇതിൻ്റെ നേർക്ക് 0 ആയി മാറി. അപ്പോൾ അടിക്ക് വരാൻ പറ്റുമോ? അടിക്ക് വരാൻ പറ്റുമോ നോക്കാം. 2, അപ്പോൾ അടിക്ക് വരാൻ പറ്റും. ഇവിടെ നോക്കാം. അപ്പോൾ F2 W2 എന്ന് വെച്ചാൽ ഫാക്ടറി 2 നിന്ന് വെയർ ഹൗസ് 2 എത്ര നമുക്ക് ഡിമാൻഡ് ഉണ്ട്? 2 എണ്ണമാണ് ഇതിൻ്റെ ഡിമാൻഡ് ഉള്ളത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്ര? 12 എണ്ണം വരെ കൊടുക്കാൻ പറ്റും, സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? കൊടുത്തു. അതെന്തായി മാറി? 0 ആയി മാറി. 12 എന്നുള്ള എത്രയായി മാറി? 10 ആയി മാറി. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാം? ഇനി ഇവിടേക്ക് വരാൻ പറ്റില്ല, കാരണം അടിക്ക് വരാൻ പറ്റില്ല. കാരണം എന്താ? ഇത് 0 ആയി മാറി. ഇനി നമുക്ക് ഇവിടെ നോക്കാം, സപ്ലൈയുടെ അവിടെ നോക്കാം. സപ്ലൈയുടെ അവിടെ നോക്കുമ്പോൾ 10 എണ്ണം സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി, ഈ കളിക്ക് പോയി മാറി. ഇവിടെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ആവശ്യമുള്ളത് എത്രയാണ്? 15 എണ്ണം ആവശ്യമുണ്ട്. ഡിമാൻഡ് അവർക്ക് എത്ര? 15 എണ്ണം ആവശ്യമുണ്ട്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 10 എണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കാം. 10 എണ്ണം കൊടുത്തു. അപ്പോൾ അതെന്തായി? 0 ആയി മാറി. 10 എണ്ണം കൊടുത്തു, അത് 0 ആയി മാറി. ഇതെന്തായി മാറി? 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 5 എണ്ണമായി മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോൾ ഇനി ഇങ്ങോട്ട് നീക്കാൻ പറ്റില്ലല്ലോ, കളിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടിക്ക് മാറിയിട്ട് അവർ അലോക്കേറ്റ് ചെയ്യേണ്ട എത്രയാണ്? അവർക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ F3 നിന്ന് വെയർ ഹൗസ് 3 ഇനി എത്ര എണ്ണം പോകണം? 5 എണ്ണം പോകണം. 5 അവർക്ക് ഡിമാൻഡ് ഉണ്ട്, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എത്ര? 5 എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായി? 5 എണ്ണം കൊടുത്തു, സപ്ലൈ ചെയ്ത് 5 എണ്ണം ഡിമാൻഡും അതെന്തായി? ഡിമാൻഡും കൊടുക്കാൻ പറ്റി. അപ്പോൾ 5 എണ്ണം കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ സെല്ലുകളും എന്ത് ചെയ്ത്? അലോക്കേറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് കോസ്റ്റ് ഓരോ അലോക്കേറ്റ് ചെയ്ത സെല്ലിലേക്കും കൊടുക്കണം. അപ്പോൾ അലോക്കേറ്റ് ചെയ്ത സെല്ല് നോക്കാം. അലോക്കേറ്റഡ് സെല്ലും കോസ്റ്റും കൂടി നോക്കാം. അലോക്കേറ്റഡ് സെല്ല് ഏതൊക്കെയാണ്? ആദ്യം F1 W1. അലോക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത് F1 W1. അപ്പോൾ
F1W1. F1W1 എന്ന് പറയുമ്പോൾ 6 × 6 അല്ലേ, 6 × 6. ഇനി അടുത്ത അലോക്കേറ്റ് ചെയ്തതാണ് F1W2. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ F1W2 അപ്പോൾ 8 × 8 8 × 8. ഇനി അടുത്തതാണ് F2W2 2 × 8 F2W2 അപ്പോൾ 2 × 9 പിന്നെ F2W3 8 × 10 F2W3 എത്ര 5 × 6. ഇപ്പോൾ ടോട്ടൽ എത്രയായി 6 × 6 36 8 × 8 64 2 × 9 18 F2W3 10 × F2W3 10 × 8 അപ്പോൾ 80. പിന്നെ ഇതാണ് അലോക്കേറ്റ് ചെയ്തത് F3W3 5 × 6 അപ്പോൾ എത്രയായി 30. ടോട്ടൽ ചെയ്യുമ്പോൾ 6 4 10 10 8 18 8 2 ബാക്കി അപ്പോൾ 2 3 6 1 8 3 പറയുമ്പോൾ 22. അപ്പോൾ 228 എന്ത് ലീസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്ത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പഠിച്ചു. അപ്പോൾ എന്താ ചുരുക്കം പറഞ്ഞാൽ ആദ്യം നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ചെയ്യുമ്പോൾ അത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നോക്കണം. അതെങ്ങനെ നോക്കാം, സപ്ലൈ ഡിമാൻഡിൻ്റെ ബേസിലാണ് നമ്മൾ നോക്കാം. സപ്ലൈയും ഡിമാൻഡും നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഈക്വലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 31 ആണ് കിട്ടുന്നത്. 6 + 10 + 15 = 31 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ അങ്ങനെ ഈക്വൽ ആകുമ്പോൾ പിന്നെ അടുത്ത് നോക്കേണ്ടത് എന്താ, ഇതിൽ നോർത്ത് വെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റിൽ നിന്ന് തുടങ്ങണം. നോർത്ത് വെസ്റ്റ് ഈ ഏരിയയിൽ നിന്ന് തുടങ്ങണം. ഈ ഏരിയയിൽ നിന്ന് തുടങ്ങുമ്പോൾ അവർക്ക് ഡിമാൻഡ് വേണ്ടത് ഡിമാൻഡിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും പോകാൻ പറ്റും, ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, ക്രോസ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോവാം. 0 ആയ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, 0 ആവാത്ത സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവസാനം നോക്കാം. അതാണ് അപ്പോൾ എന്ത് ചെയ്യുക, ലീസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് അടുത്ത മെത്തേഡ് പഠിക്കാം, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നോക്കാം.